PSC സ്റ്റഡി മോട്ടിവേഷൻ വീഡിയോസ് കണ്ടിട്ട് പല കുട്ടികളും വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാറുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ അവർ പറയുന്ന കംപ്ലൈൻ്റ് ആണ് അവർക്കുള്ള ഡിപ്രഷൻ. നിങ്ങളെപ്പോലെ ഞാനും ഒരുപാട് ഡിപ്രഷൻ അനുഭവിച്ച ആളാണ്. പക്ഷേ ഇപ്പോൾ അത് ഓവർകം ചെയ്യാൻ എനിക്കറിയാം. ഒരു കാര്യം വേണ്ടെന്ന് വെച്ചാൽ വേണ്ടെന്ന് വയ്ക്കാൻ നന്നായിട്ട് അറിയാം. അപ്പോൾ എങ്ങനെയാണ് ഡിപ്രഷനെ നമുക്ക് ഓവർകം ചെയ്തിട്ട് എങ്ങനെ പഠിച്ച് റാങ്ക് വാങ്ങാമെന്ന് നോക്കാം. PSC പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് പല രീതിയിലുള്ള ഡിപ്രഷൻ ഉണ്ടാകും. അതിൽ ഏറ്റവും ഒരു പ്രശ്നമായിരിക്കും നമ്മുടെ ഫാമിലിയിൽ നിന്ന് നമുക്ക് സപ്പോർട്ട് കിട്ടാത്തത്. എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ലായിരുന്നു. ഫാമിലി ഫുൾ സപ്പോർട്ടാണ് അന്നും ഇന്നും. പക്ഷേ എല്ലാവർക്കും അങ്ങനെ ആവില്ല. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് വീട്ടിലെ ജോലിയും കാര്യങ്ങളും ഒക്കെ ചെയ്ത ശേഷം പഠിക്കാൻ സമയം കിട്ടാറില്ല. പഠിച്ചിട്ട് കാര്യമില്ല, നിന്നെ കൊണ്ട് പറ്റില്ല, അങ്ങനെ പല കുത്തുവാക്കുകളായിട്ട് ഡിപ്രസ്ഡായി പോകുന്ന കുട്ടികളുണ്ട്. ഇനി ആൺകുട്ടികളാണെങ്കിലും ഒരു 25 വയസ്സ് കഴിയുമ്പോൾ അവർക്ക് കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം വരുന്നതുകൊണ്ട് നീ ഇങ്ങനെ പഠിച്ചു കിടന്നാൽ മതിയോ, നിനക്ക് ജോലി വേണ്ടേ, നീ എവിടെയെങ്കിലും പ്രൈവറ്റ് കമ്പനിയിലും കയറി, ഗൾഫിൽ പോകുക, ഇങ്ങനെയൊക്കെ പല ഉപദേശങ്ങൾ കേട്ട് ഡിപ്രഷനാവുന്ന ബോയ്സും ഉണ്ട്. ഇനി രണ്ടാമത് വരുന്ന ഡിപ്രഷൻ കല്യാണമാണ്. ഒരു 25 വയസ്സ് കഴിയുമ്പോഴത്തേക്കായിരിക്കും നമ്മൾ പലപ്പോഴും PSC കാര്യമായിട്ട് നോക്കി തുടങ്ങുന്നത്. ആ ഒരു സമയം കല്യാണപ്രായമായെന്ന് കരുതിയിട്ട് വീട്ടുകാർ നമ്മളെ നിർബന്ധിച്ചു തുടങ്ങും. കല്യാണപ്രായമായി, അടുത്ത കല്യാണം നോക്കണം, എന്നിട്ട് പഠിക്കണം. അങ്ങനെ ആയിരിക്കും പെൺകുട്ടികൾ ബുദ്ധിമുട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ അതൊരു ഡിപ്രഷനിലേക്ക് എത്തും. കാരണം കല്യാണം കഴിക്കണോ പഠിക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ടെൻഷൻ വരും. മൂന്നാമത് ഡിപ്രഷൻ ഉണ്ടാകാനുള്ള കാരണം നമ്മുടെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആയിരിക്കും. ഫാമിലിയിൽ അധികം ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ലാത്തൊരു ഫാമിലി ആണെങ്കിൽ അത് എന്തായാലും നാച്ചുറലി നമ്മുടെ തലയിലേക്ക് വരും. നമുക്ക് പെട്ടെന്ന് ജോലി കിട്ടിയിട്ട് വേണം വീട്ടിലെ പ്രശ്നങ്ങൾ ഓവർകം ചെയ്യേണ്ടത്. സോ അതൊരു ഡിപ്രഷനായിട്ട് പല കുട്ടികളെയും ബാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ആവശ്യമില്ലാത്ത റിലേഷൻഷിപ്സ്. നമ്മളെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കും പല ആൾക്കാരും നമ്മുടെ അടുത്ത് കൂടുന്നത്. അത് ആണിൻ്റെയും പെണ്ണിൻ്റെയും പല രൂപത്തിൽ വന്നേക്കാം. ഫിനാൻഷ്യലി ആണെങ്കിലും മാനസികമായിട്ടും എല്ലാം നമ്മളെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം അടുത്ത് കൂടുന്ന ആളുകളുണ്ട്. അവരിൽ നിന്ന് നമ്മൾ മാറി നിന്നില്ലെങ്കിൽ ഒരിക്കലും നമ്മൾ ജീവിതത്തിൽ രക്ഷപ്പെടത്തില്ല. ഇവറ്റകൾ കാരണം നമ്മുടെ മനസ്സെപ്പോഴും ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. അതിനെ ഓവർകം ചെയ്യാൻ പഠിച്ചാൽ മാത്രമേ നമ്മൾ ലൈഫിൽ രക്ഷപ്പെടുകയുള്ളൂ. ഡിപ്രഷൻ ഉണ്ടാവാൻ അടുത്തൊരു കാരണം താരതമ്യമായിരിക്കും. അടുത്ത വീട്ടിലെ കുട്ടിക്ക് ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ പ്രഷർ തുടങ്ങും, അല്ലെങ്കിൽ നാട്ടുകാർ പ്രഷർ തുടങ്ങും. അവർക്ക് കിട്ടിയല്ലോ, നിനക്കിതുവരെ കിട്ടിയില്ലല്ലോ എന്നുള്ള രീതിയിലേക്കുള്ള സംസാരങ്ങൾ വരുമ്പോഴും നമുക്ക് ടെൻഷനാവും. മാത്രമല്ല ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പോകുമ്പം ജോലിയൊന്നും ആയില്ലേ എന്നുള്ള ചോദ്യങ്ങൾ നമ്മളെ നന്നായിട്ട് ഇറിറ്റേറ്റ് ചെയ്യാറുണ്ട്. ഇതെല്ലാം നമ്മൾ രാത്രി പഠിക്കാനിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഡിപ്രഷന് കാരണമാകും. ഒരു സ്വസ്ഥത കിട്ടാത്ത അവസ്ഥയാകും. മനസ്സ് ശാന്തമായാൽ മാത്രമേ നമുക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ചിന്തകളൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഡിപ്രഷൻ കൂടുന്നത്. ചില സമയത്ത് ഇതൊക്കെ നിർത്തി എവിടെയെങ്കിലും പോയാലോ എന്ന് പോലും ആലോചിക്കും. അങ്ങനെ ആലോചിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ ആദ്യം ഒരു തീരുമാനം എടുക്കുക, നമ്മൾ ഏത് ഫീൽഡിൽ നിൽക്കണമെന്ന്. എന്നെ സംബന്ധിച്ച് ഞാൻ ആദ്യം പ്രൈവറ്റ് കോളേജിൽ അസിസ്റ്റൻറ്റ്